ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന് തൊട്ടു മുകളിലായിട്ട് ഞാൻ ഈ പറയുന്ന ഒരു വസ്തു ഒന്ന് വെച്ചു നോക്കുക. ആ ഏത് വീടും ആയിക്കോട്ടെ, ആ വീട്ടിലേക്ക് പണം ഒഴുകും, സമ്പത്ത്, ഐശ്വര്യം, സമൃദ്ധി എല്ലാം ഒഴുകും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് നല്ല കരക്കയറ്റം ഉണ്ടാകും. നിങ്ങൾ ചെയ്തു നോക്കുക. ലളിതമായ ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ പുറകിൽ ചില കാര്യങ്ങളുണ്ട് മനസ്സിലാക്കേണ്ടത്. അത് പറയുന്നുണ്ട്. മുഴുവൻ കേൾക്കുക. കേട്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും ചെയ്തവരെല്ലാം ജീവിതത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്, കുടുംബസ്ഥിതി മാറിയിട്ടുണ്ട്, സാമ്പത്തികമായി നല്ല മാറ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. അതേത് വീടും ആയിക്കോട്ടെ, വീടിന്റെ ദർശനം കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ വടക്കോട്ടോ തെക്കോട്ടോ എങ്ങോട്ടിരുന്നാലും ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു വസ്തു വീടിന്റെ പ്രധാന വാതിലിന് മുകളിൽ വെച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിലേക്ക് അതേത് വീടും ആയിക്കോട്ടെ, എത്ര വാസ്തുദോഷം ഉണ്ടായിക്കോട്ടെ, എന്തും ഉണ്ടായിക്കോട്ടെ, സാമ്പത്തികം, പണം ഒഴുകും, ഐശ്വര്യം, സമൃദ്ധി, വലിയ സാമ്പത്തിക അഭിവൃദ്ധികൾ ആ വീട്ടിലേക്ക് ഒഴുകും എന്നുള്ളതാണ്. ചെയ്തു നോക്കുക. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അതൊരു സത്യസന്ധമായ നല്ല കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം വീഡിയോ മുഴുവൻ കാണണം. അതിൻ്റെ അകത്ത് ഒരു ലോകത്തിൽ ആരും പറഞ്ഞു തരാത്ത ഒരു രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. സൂര്യചന്ദ്രന്മാരുടെ അത് ലോകത്തിൽ ആരും പറഞ്ഞു തരത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പം ഈ യോഗ, പ്രാണായാമം അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂക്ഷ്മമായ രഹസ്യ വിദ്യകൾ ഒക്കെ അഭ്യസിക്കുന്നവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഒരു റൂട്ട് മനസ്സിലാകും. സൂര്യചന്ദ്രന്മാരുടെ രഹസ്യം അത് ഈ യോഗയിൽ, പ്രാണായാമത്തിൽ, അല്ലെങ്കിൽ ഞാൻ യോഗയെക്കുറിച്ചോ പ്രാണായാമത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. ഈ സൂര്യചന്ദ്രന്മാരുടെ ഒരു രഹസ്യം മനസ്സിലാക്കി ഒരു പ്രത്യേക രീതിയിൽ ചില രഹസ്യവിദ്യകൾ ചെയ്തു കഴിഞ്ഞാൽ അതും ഈ വീടിൻ്റെ പ്രധാന വാതിലിന് മുകളിൽ ഒരു വസ്തു വെക്കുന്നതോടൊപ്പം സാമ്പത്തികമായിട്ട് വലിയ അഭിവൃദ്ധി നൽകും, വളരെ ഐശ്വര്യങ്ങൾ നൽകും. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് വേറെ ആർക്കും പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞത്. വേറെ എങ്ങൊന്നും കിട്ടത്തുമില്ല. ഇപ്പം ഈ ഒരു കാര്യം ഒരു വീഡിയോ അല്ലെ വേറൊരു വീഡിയോ ആരെങ്കിലും ഒക്കെ പറഞ്ഞു വിചാരിക്കും. പക്ഷേ ഞാനീ പറയുന്ന കാര്യം വേറെ ആരും ലോകത്ത് പറഞ്ഞു തരത്തില്ല. കാരണം അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കാര്യമാണ്. കാരണം അങ്ങനെ കാരണം ഞാൻ ചെറുപ്പത്തിലെ ക്രിയാകുണ്ടലിനി പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ്. ഒരുപാട് യോഗവിദ്യകൾ, പിന്നെ ഈ അദൃശ്യന്മാരായ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ചില അറിവുകൾ അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറയുന്ന പല ഭദ്രകാളി രഹസ്യമായിക്കോട്ടെ, മുരുക രഹസ്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ശിവരഹസ്യമായിക്കോട്ടെ, ഒന്നും വേറൊരാളും പറഞ്ഞു തരത്തില്ല. ശരനുൽ രഹസ്യമായിക്കോട്ടെ, അത് ഒരുപാട് ആളുകളെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാക്കിയവരുണ്ട്. അപ്പോഴേ നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം. അതുകൊണ്ടാണ് പറയുന്നത്. അത് ഇങ്ങനെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാനിത് പിന്നീട് ഇത് എപ്പോഴും പറയുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് വീഡിയോയിലേക്ക് വരാം. അതിനുമുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഞാനിപ്പോൾ കുറച്ച് വർക്ക് എടുത്ത് ഇനി അടുത്ത വർക്ക് എടുക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഫ്രീ ആകുന്ന അനുസരിച്ച് റിപ്ലൈ ചെയ്യും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് ക്ഷേത്രത്തിൽ പോയി ചെയ്യാവുന്ന ലളിതമായ കാര്യം പറയാറുള്ളൂ. പിന്നെ നമ്മൾ അതോടൊപ്പം പ്രയത്നിക്കുകയും വേണം. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, ശരനുൽ രഹസ്യങ്ങൾ, ശരനുൽ രഹസ്യം ഞാൻ പറയുന്നൊന്നും ആരും പറഞ്ഞു തരത്തില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. അത് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. ഇതാണ് സാഹചര്യം. ഇനിയും വീഡിയോയിലേക്ക് വരാം. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി നർപ്പവി. ഇത് സിദ്ധമന്ത്രം കേട്ടോ, നർപ്പവി. അപ്പം ഞാൻ ഇനി വിശദമായിട്ട് വീഡിയോ പറഞ്ഞുതരാം. വീട്ടിലെ ഏത് വസ്തുവാണ് നിങ്ങൾ വെക്കേണ്ടതെന്നുള്ളത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോഴേ വീടിൻ്റെ പ്രധാന വാതിലിന് എല്ലാവർക്കും വീട് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലം, ഫ്ലാറ്റോ ഏതും ആയിക്കോട്ടെ, താമസിക്കാനല്ലേ വാടക ആയിക്കോട്ടെ, സ്വന്തമായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു ലളിതമായ കാര്യം നിങ്ങൾക്ക് ചെയ്യാം. വീട് നിങ്ങൾ താമസിക്കുന്നിടത്ത്, അത് എവിടെ ആണെങ്കിലും കൊള്ളാം, താമസിക്കുന്നിടത്ത് അതിനൊരു റൂമിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു വാടകയ്ക്കാണെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്വന്തമായിട്ടാണെങ്കിൽ പോലും എവിടെയും ചെയ്യാം. നിങ്ങൾ താമസിക്കുന്നിടത്ത് വീടിൻ്റെ പ്രധാന വാതിൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ പ്രധാനമായിട്ട് എപ്പോഴും കയറി ഇറങ്ങുന്ന വാതിൽ, അതായത് നമ്മുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ ആ വാതിലിൽ കൂടെ ആയിരിക്കും നമ്മൾ കൂടുതൽ
വെളിയിലോട്ട് പോകുന്നതും കയറുകയും ചെയ്യുന്നത്. അപ്പം പ്രധാന വാതിൽ ഏതാണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ദർശനം തെക്കോട്ടോ വടക്കോട്ടോ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ എങ്ങോട്ട് വേണേലും ആയിക്കോട്ടെ, എന്ത് ദോഷം വേണേലും ഉണ്ടായിക്കോട്ടെ, എന്ത് വാസ്തുദോഷം വേണേലും ഉണ്ടായിക്കോട്ടെ, ഈ പറയുന്ന ഒരു കാര്യം ചെയ്തു നോക്കുക. എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടുവാനും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം, സമാധാനം, സന്തോഷം, ഈശ്വരീയമായ ദിവ്യമായ അനുഗ്രഹങ്ങൾ ഏത് വീടും ആയിക്കോട്ടെ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതാണ് ആ ഒരു പറഞ്ഞ വസ്തു. കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ചെറുതായി ഇത് കേട്ടോ, ഇത് വലുതൊന്നുമല്ല. അടുത്ത് കാണിക്കും വലുതായിട്ട് തോന്നുമെങ്കിലും ഇത് ചെറുതാണ്. ഗുരുവായൂരപ്പൻ്റെ ഒരു ഇതാണ്, കണ്ടല്ലോ. ഇത് നമ്മൾ ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച കടകളിൽ ചെറുതാണ് കേട്ടോ, 100-150 രൂപ അതേ കൂടെ ഒന്നും ആകത്തില്ല. ക്ഷേത്രത്തിനോടനുബന്ധിച്ച കടകളിൽ വാങ്ങാൻ കിട്ടും. ഇത് ചുമ്മാ അങ്ങ് വെച്ചാൽ പോരാ, ഇത് ഒരു രഹസ്യം, ഒരു മന്ത്രം കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത് കേട്ടോ. മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അപ്പം ഇത് വാങ്ങിയിട്ട് ഇതിന് ഇങ്ങനെ തൂക്കാനൊരിത് കാണും. ചെറിയൊരു ആണി അടിച്ച് വീടിൻ്റെ പ്രധാന വാതിലിന് മുകളിൽ, കട്ടളയ്ക്ക് മുകളിലായിട്ട് അല്പം, എന്ന് വെച്ചാൽ കട്ടളയുടെ ആ പൊക്കത്തി വരത്തക്ക രീതിയിൽ, എന്ന് വെച്ചാൽ കട്ടളയിൽ അവിടുന്ന് താഴേക്ക് തൂങ്ങി കിടക്കരുത്. ഈ ഭാഗം കട്ടളയുടെ മുകളിൽ മുട്ടി നിൽക്കത്തക്ക രീതിയിൽ, എന്നുവെച്ചാൽ അല്പം ഉയരത്തിൽ, ഒരുപാട് ഉയരരുത്. കട്ടളയ്ക്ക് ഇപ്പം ഇത് കട്ടളയാണ്, ഇങ്ങനെ നിൽക്കണം. ഇത് കട്ടളയാണെന്ന് വിചാരിച്ചു, ഇങ്ങനെ കട്ടളയാണ്. ഇത് കട്ടള ഇങ്ങനെ മുട്ടി നിൽക്കത്തക്ക രീതിയിൽ മേലോട്ട് കയറ്റി ചെറിയൊരു ആണി നിറച്ച് തൂക്കിയിടണം. ഇതിൻ്റെ കണ്ടല്ലോ, ഇനി ഇതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ലല്ലോ. ഇത് ക്ഷേത്രങ്ങളോട് ചേർന്ന കടകളിൽ, ഇപ്പം അമ്പലപ്പുഴയും ഒക്കെ പലയിടത്തും ഉണ്ട്, മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. ക്ഷേത്രങ്ങളോട് ചേർന്ന കടകളിൽ വാങ്ങാൻ കിട്ടും. അപ്പം ഇത് ചുമ്മാ ഇങ്ങനെ വെച്ചാൽ മാത്രം പോരാ, അതിനകത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഒന്നുകിൽ കൈയും കാലും മുഖവും കഴുകിയിട്ട് അല്ലെ കുളിച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു രീതി ചെയ്യുക. ഈ പറയുന്ന ഒരു മന്ത്രം ഉരുവിടണം. അവിടെയാണ് കാര്യം കിടക്കുന്നത്. ആ മന്ത്രത്തിന് അത്ഭുത ശക്തിയുള്ളത് കേട്ടോ. ഇപ്പോഴും ഞാൻ ആ മന്ത്രം ഉരുവിട്ടിട്ട് അതെങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അതിന് ഒരുപാട് ശക്തിയുള്ളൊരു മന്ത്രമാണ്. അപ്പോൾ ഇത് വീഡിയോയുടെ താഴെ ഈ പറയാൻ പോകുന്ന മന്ത്രം ഞാൻ എഴുതിയിട്ടേക്കാം, അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. ഈ മന്ത്രം ഒരു പ്രത്യേക രീതിയിലാണ് ജപിക്കുന്നത്, ശ്രദ്ധിച്ചു കേട്ടോണം. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. ഇത് വാഗുകൊണ്ട് ഉച്ചരിക്കുക, വാഗുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. ഭഗവാനോടുള്ള പരമമായ ഭക്തി, നിഷ്കളങ്കമായ മനസ്സോടുകൂടി വാക്കുകൾ വ്യക്തമാക്കി വാഗുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടുന്നുണ്ട്. വളരെ എളുപ്പമാണ് പഠിക്കാൻ. നിങ്ങൾ 2-3 തവണ വായിച്ചു കഴിയുമ്പോൾ തന്നെ പഠിക്കും. കാരണം ഇത് ഞാൻ ജപിക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതുകൊണ്ട്. ഈ മന്ത്രം ഇങ്ങനെ ജപിക്കുക, ഒരു തവണ ജപിക്കുക. ഇതെല്ലാവർക്കും ചെയ്യാം കേട്ടോ. അതായത് രാവിലെ കുളി കഴിഞ്ഞോ അല്ലെ കൈയും കാലും മുഖവും കഴുകിയിട്ടോ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ അവിടെ വന്ന് നിന്ന് ഈ പ്രധാന വാതിലിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഇതേ നോക്കി കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ജപിക്കണം. കൂപ്പിയല്ല, ഇങ്ങനെ വെച്ചുകൊണ്ട്. കേട്ടല്ലോ, ഇതിൻ്റെ അകത്ത് കാര്യമുണ്ട്. വിരലുകൾ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇങ്ങനെയാണ് ആ ഊർജത്തെ സ്വീകരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും ഊർജം, അനുഗ്രഹം സ്വീകരിക്കണമെങ്കിൽ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലും തെറ്റൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പക്ഷെ ഈ വിദ്യ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരി, സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. തീർന്നല്ല, അത് കഴിഞ്ഞ് ഒരു 2 വരിയും കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് പറഞ്ഞുതരാം. ഇത്രയും പ്രാർത്ഥിക്കാം, വാഗുകൊണ്ട് ഒരു തവണ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നിട്ട് ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഗോവിന്ദ 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 ഇങ്ങനെ 3 തവണ ജപിച്ചിട്ട്, ഭഗവാനെ ഇന്നേ ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് പണവും സമൃദ്ധിയും ഐശ്വര്യം കൊണ്ട് നിറയ്ക്കണേ ഭഗവാനെ, അവിടുത്തേക്ക് കോടി നന്ദി മഹത്വം. ഇത്രയും കൂടെ പറഞ്ഞു നിർത്തുക. ഇതെല്ലാവർക്കും രാവിലെ ചെയ്യാം. ഇനി വീട്ടമ്മമാരോ അല്ലെ വീട്ടിലെ അച്ഛന്മാരോ ആരെങ്കിലും ഒരാൾ ഇത് ജപിച്ചു കഴിഞ്ഞൊരു കർപ്പൂരം കത്തിച്ച് ഇങ്ങനെ ജസ്റ്റ് ആ തട്ടത്തിൽ കത്തിച്ച് ഇത് ജപിച്ചിട്ട് ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് ഈ കട്ടളയുടെ മേളിൽ കൊണ്ട് കാണിക്കുന്നുണ്ട്, ആ നിൽക്കുന്നിടത്ത് ഒന്ന് കാണിച്ചാൽ മതി. ഭഗവാനെ എന്ന് സങ്കല്പിച്ച് ഈ മന്ത്രം ജപിച്ചിട്ട് കർപ്പൂരം കത്തിച്ച് അത് വീട്ടമ്മമാരാരെങ്കിലും ചെയ്താൽ മതി. അല്ലെ വീട്ടമ്മമാർക്ക് അശുദ്ധി ഉള്ളപ്പോഴാണെങ്കിൽ വീട്ടിലെ അച്ഛന്മാരോ മക്കളോ ആരെങ്കിലും ചെയ്താൽ മതി.
അതും കൂടി ചെയ്താൽ നല്ലതാണ്. ഇനി വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പം മറ്റു അംഗങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ കർപ്പൂരം കാണിക്കണമെന്നില്ല. വീട്ടിൽ ഒരാൾ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അത് വീട്ടിലെ അമ്മയോ അച്ഛനോ അല്ലെ അമ്മയ്ക്കോ അച്ഛനോ അസൗകര്യമുണ്ടോ മക്കളോ ആരെങ്കിലും ഒരാൾ, ബാക്കിയുള്ളവരെല്ലാം പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഇത് ദിവസവും രാവിലെ ചെയ്യണം. അതിൻ്റെ അകത്താണ് കാര്യം ഇരിക്കുന്നത്. ഇനിയും ഇതിൻ്റെ എന്തുകൊണ്ടാണ് വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നേ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇതേപോലെ വേറെ ഒരു സ്ഥലത്ത് പൂജാമുറി ചെയ്താൽ മതി എന്ന് എനിക്ക് പറയാമായിരുന്നല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് പ്രധാന വാതിൽ എന്ന് പറഞ്ഞ്? പ്രധാന വാതിലിൽ ചില രഹസ്യങ്ങളുണ്ട്. അതുകൂടെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുഴുവൻ കേൾക്കണം, എന്നിട്ട് നിങ്ങൾ ചെയ്യാവുള്ളൂ. പിന്നെ സൂര്യചന്ദ്രന്മാരുടെ ഒരു രഹസ്യങ്ങളുണ്ട് അവസാനം. അല്ലാതെ ഈ അറ്റം മൂലം കേട്ടിട്ടൊന്നും ചെയ്യാൻ പോകരുത്. ഇപ്പം എന്തുകൊണ്ടാണ് പ്രധാന വാതിൽ എന്ന് പറഞ്ഞത്? പ്രധാന വാതിൽ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് വീട്ടിലേക്ക് ഊർജം സഞ്ചരിക്കുന്ന, അതായത് നമ്മളുടെ വാ പോലെയാണ് വീടിന്റെ പ്രധാന വാതിൽ. അതുവഴി ഊർജം പ്രധാനമായിട്ടും വീട്ടിലേക്ക് പ്രവഹിക്കുന്ന ഒരു സ്ഥലമാണ് പ്രധാന വാതിൽ. മാത്രമല്ല പ്രധാന വാതിലില് പ്രധാന വാതിലിന്റെ ആ ഭാഗത്ത് കൂടെ പ്രവഹിക്കുന്ന ഊർജം നമ്മുടെ വീട്ടിലെ ഊർജ സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പം പ്രധാന വാതിൽ ഇപ്പം രാവിലെയൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രധാന വാതിൽ തുറന്നിടണം. പല വീടുകളിലും രാവിലെ ഈ പ്രധാന വാതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നത് കാണാം. അങ്ങനെ ഉള്ളിടത്ത് പലപ്പോഴും ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്, പക്ഷേ ഒരു സന്തോഷമോ ഒരു വീട്ടിലൊരു സന്തോഷമായ അന്തരീക്ഷങ്ങളോ ഒക്കെ പലപ്പോഴും കുറവായിരിക്കും. കാരണം രാവിലെ എങ്കിലും നിങ്ങൾ പ്രധാന വാതിൽ തുറന്നിടണം. ആ ഒരു ഊർജം, പ്രകൃതിയിലെ ഉണർവിൻ്റെ ഊർജം പ്രധാന വാതിൽ വഴി വീട്ടിലേക്ക് കയറി ഇറങ്ങി പോകുമ്പം ആ ഒരു ഊർജത്തിൻ്റെ ഒരു പ്രവാഹം വീടിനുള്ളിൽ നിലനിൽക്കുമെന്നുള്ളതാണ്. രാവിലെ ഒരു 6 മണി തൊട്ടെങ്കിലും പ്രധാന വാതിൽ തുറന്നിടണം. പിന്നെ 5:45 എഴുന്നേൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു 5:45 അല്ലെ 6 മണി ആയിക്കോട്ടെ, 6 മണി തൊട്ടെങ്കിലും പ്രധാന വാതിൽ തുറന്നിടണം. കാരണം 6 മണി സമയം എന്ന് വെച്ചാൽ പക്ഷികൾ ആ പ്രകൃതിയിലെ ഈ ഉണരുന്ന സമയം, പ്രകൃതി ഉണരുന്ന സമയം ഒരു 5:45 ആ സമയം അല്ലെ 5:30 തൊട്ടൊക്കെ പക്ഷികളൊക്കെ പ്രകൃതി ഉണർന്നു തുടങ്ങും. പ്രകൃതിയുടെ ഉണർവിൻ്റെ സമയമാണ്. ആ ഉണർവ് ആ പ്രകൃതിയിലും നമ്മുടെ ബോധത്തിലും നമ്മളുടെ ജീവിതത്തിലൂടെ കടന്നു വരാൻ വേണ്ടി ഒരു 6 മണി തൊട്ടെങ്കിലും പ്രധാന വാതിൽ തുറന്നിടണം. അത് നിങ്ങൾ ചെയ്ത് നോക്കി, ആ വീട്ടിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. അപ്പം ഇങ്ങനെയുള്ള പ്രധാന വാതിലിൻ്റെ മുന്നിൽ നിന്ന് ഈ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഈ വീടിൻ്റെ ദർശനം എങ്ങോട്ട് വേണേ ആയിക്കോട്ടെ, എന്ത് വാസ്തുദോഷം വേണേ ഉണ്ടായിക്കോട്ടെ, പ്രധാന വാതിലിൻ്റെ മുന്നിലുള്ള ആ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയെ, ആ ഊർജത്തെ നമ്മൾ പ്രാർത്ഥിച്ച് അത് ഊർജവൽക്കരിക്കുമ്പം ആ ദൈവികമായ ഊർജം പ്രധാന വാതിലിലൂടെ ആ വീട് മുഴുവൻ കയറി ഇറങ്ങുമെന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന അന്നേ ദിവസം ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇന്നത്തെ ദിവസം ഭഗവാനെ എൻ്റെ പണവും സമ്പത്തും ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം നിറയ്ക്കണമേ, അവിടത്തേക്ക് കോടി നന്ദി മഹത്വം എന്ന് പറയുക മതി. ഓരോ ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അല്ലെ എനിക്ക് ജീവിതം മുഴുവൻ വേണമെന്നൊന്നും പറയരുത്. അതിൻ്റെ നമ്മൾ അന്നത്തേക്ക് ഉള്ള കാര്യം പറഞ്ഞാൽ മതി, അത് ദിവസവും പറഞ്ഞാൽ മതി, എല്ലാം വരും. കാരണം ഇതെല്ലാം നമ്മൾ വലിയ എനിക്ക് അത് വേണം ഇത് വേണം അല്ലെ എനിക്ക് ജീവിതം മുഴുവൻ വേണം അങ്ങനെയല്ല ചിന്തിക്കണം. അന്നത്തേക്ക് കുഴപ്പമില്ലാതെ കടന്നു പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ വലിയ അനുഗ്രഹങ്ങൾ തരും. അത് ജീവിതം മുഴുവൻ സന്തോഷം അനുഭവിക്കാനുള്ള അനുഗ്രഹങ്ങളായിരിക്കും തരുന്നത്. അന്നത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ ഒരു പ്രധാന രഹസ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രധാന വാതിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവാധീനം ആ വീടിന് ഉണ്ടാക്കുകയാണ്. ആ വീട്ടിലേക്ക് ആ ഈശ്വര ചൈതന്യത്തിൻ്റെ ഒരു ഊർജം അവിടെ നമ്മൾ ആ പ്രാർത്ഥനയിലൂടെ അവിടെ കൈവരികയാണ്. അതാണ് പ്രധാന വാതിലിൻ്റെ രഹസ്യം. നിങ്ങൾ നിത്യേന ചെയ്തു നോക്കൂ. നിങ്ങളുടെ ഒരുപാട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങും. സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ കലഹം ഉണ്ടായി മാറും, സമ്പത്തിന് പുതിയ വഴികൾ വരും, പണം വരും, പണം വർദ്ധിച്ചു വരും, പുതിയ ജീവിതമാർഗങ്ങൾ വരും, നിങ്ങളുടെ വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടക്കും, വീട്ടിൽ സമാധാനം, സന്തോഷം, പണം, സമൃദ്ധി ഒക്കെ കളിയാടും എന്നുള്ളതാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വലിയ ലക്ഷങ്ങൾ മുടക്കി പല കാര്യങ്ങളും ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ഇത് ചെയ്തു നോക്കുക. വളരെ നിസ്സാരമായിട്ട് ജീവിതം മാറും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. അപ്പം ഇത് ഭഗവാൻ നമസ്തേ ജഗന്നാഥ വിഷ്ണു എന്ന് വെച്ചാൽ ജഗന്നാഥ വിഷ്ണു, ജഗത്തിൻ്റെ നാഥനായ, ഈ ലോകത്തിൻ്റെ നാഥനായ, ലോകം എന്ന് പറഞ്ഞാൽ ഏതാ?
നമ്മൾ കാണുന്ന നമ്മുടെ മുന്നിലുള്ള ആ ലോകം മാത്രമല്ല, ഇന്നർ വേൾഡ്, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പ്രപഞ്ചമുണ്ട്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ലോകമുണ്ട്, നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു ലോകമുണ്ട്, നിങ്ങളുടെ ബോധത്തിൻ്റെ ഒരു ലോകമുണ്ട്, നിങ്ങളുടെ വെളിയിലുള്ള ഒരു പ്രപഞ്ചമുണ്ട്. ഈ രണ്ട് ലോകങ്ങളുടെ അധിപനായ വിഷ്ണു എന്ന് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? അപ്പം നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ നമസ്തേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് ആ ചൈതന്യത്തെ പ്രണമിച്ച് അതിൽ മനസ്സുകൊണ്ട് ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ നമസ്തേ എന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഒരു ഇങ്ങനെ നമസ്തേ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അവസ്ഥയാണ്, വലിയൊരു തത്വമാണ് അതിൻ്റെ അകത്ത്. അത് നമ്മുടെ മുന്നിലുള്ള ചൈതന്യത്തെ അത് സമചിത്ത ബോധത്താൽ, അത് ആ ബഹുമാനത്താൽ, സമചിത്ത ബോധം എൻ്റെ ഉള്ളിലും എൻ്റെ മുന്നിലും ഒരേ ശക്തിയാണെന്ന് അറിഞ്ഞേൽക്കുന്നത്. അങ്ങനെയുള്ള സമചിത്ത ബോധത്താലാണ് നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പൊ അത് ഏറ്റവും ബഹുമാനമാണ്, ഏറ്റവും സ്നേഹമാണ്, ഏറ്റവും ദിവ്യമായ സ്നേഹമാണ്. മനസ്സുകൊണ്ട് ഏറ്റവും വലിയ ലയവും അവിടെ ഉണ്ടാകുന്നുണ്ട്. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, ജഗത്തിന്റെ നാഥനായ വിഷ്ണു. വിഷ്ണു ജഗത്തിന്റെ, ലോകത്തിന്റെ പരിപാലകനായിട്ടാണ് വിഷ്ണുവിനെ കണക്കാക്കുന്നത്. ലോകം നിലനിർത്തുന്നതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു ഈശ്വരനാണ് വിഷ്ണു. നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു. നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, ഗദയും ചക്രവും ഒക്കെ ധരിച്ച സർവ ആയുധങ്ങളും ധരിച്ച, എന്ന് വെച്ചാൽ സർവ്വ ആയുധങ്ങളും ധരിച്ച ഭഗവാന് നമ്മളെ സംരക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. അംബരീക്ഷ മഹാരാജാവിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അംബരീക്ഷ മഹാരാജാവ് ഏകാദശി വ്രതമെടുക്കുകയും അപ്പോഴ് ദുർവാസാവ്, അതെല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലോ, ദുർവാസാവ് അവിടെ വന്ന് അദ്ദേഹത്തിനോട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. ലാസ്റ്റ് ദുർവാസാവ് അംബരീക്ഷനെതിരെ തിരിഞ്ഞപ്പം ദുർവാസാവിനെ ഭഗവാന്റെ സുദർശന ചക്രം വന്ന് ദുർവാസാവിനെ പിന്തുടർന്ന് ദുർവാസാവ് ഓടി. ലാസ്റ്റ് എല്ലായിടത്തും ചെന്നു. ഭഗവാൻ നാരായണന്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിന്നെ എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, അംബരീക്ഷന് തന്നെ പറ്റത്തുള്ളൂ. കാരണം അതാണ് ആ ഭക്തിയുടെ മഹത്വം. കാരണം അംബരീക്ഷന്റെ ഭക്തി നിഷ്കാമമായ ഭക്തിയായിരുന്നു. അങ്ങനെ അംബരീഷന്റെ അടുത്ത് ദുർവാസാവ് ചെന്ന് അംബരീഷനോട് മാപ്പ് പറയുമ്പോൾ, അല്ലെ ക്ഷമിക്കണം, തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുമ്പോഴാണ് അംബരീഷൻ സുദർശനചക്രത്തോട് അപേക്ഷിക്കുമ്പോഴാണ് സുദർശനചക്രം പിന്മാറുന്നത്. അങ്ങനെ ഭക്തരെ സംരക്ഷിക്കുന്ന ആ ഭക്തരെ സംരക്ഷിക്കുന്ന ഭഗവാന്റെ ആയുധങ്ങൾ അത്ര ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കുക. ഭക്തരെ സംരക്ഷിക്കുന്ന, അതാണ് നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ. അങ്ങനെയുള്ള ആയുധങ്ങൾ ധരിച്ച, അതായത് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണത്. ആ ഭഗവാനെയാണ് നമ്മൾ വണങ്ങുന്നത്. അപ്പം നമ്മുടെ സംരക്ഷണം ഭഗവാന്റെ കയ്യിലാണ്. അതാ പറഞ്ഞ, എന്തോ വാസ്തുദോഷം ഉണ്ടായിക്കോട്ടെ, എന്തോ ശത്രുദോഷം ഉണ്ടായിക്കോട്ടെ, അതെല്ലാം അവിടെ ഇരുന്നോട്ടെ, സന്തോഷം. അല്ലെ എന്തൊക്കെ ആരൊക്കെ നമുക്കെതിരെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തോട്ടെ, വളരെ വളരെ സന്തോഷം. നമ്മുടെ ആയുധങ്ങളോടുകൂടിയ ഗദാചക്രം ഇതൊക്കെ കൂടി നമ്മളെ സംരക്ഷിക്കുന്ന ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പറഞ്ഞു മനസ്സിലായി? അതുകൊണ്ടാണ് പറഞ്ഞ, വാസ്തുദോഷം ഉണ്ടായിക്കോട്ടെ, എന്ത് ദോഷങ്ങളും ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു മന്ത്രം നിങ്ങൾ ഭക്തി ആദരവോടുകൂടി, ഭഗവാനോട് നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി, ദിവ്യമായ സ്നേഹത്തോടുകൂടി, ഞാനെന്നുള്ള അഹങ്കാരമോ അഭിമാനമോ പൊങ്ങച്ചമോ ഒന്നുമില്ലാതെ, ആരോടും അസൂയ വിദ്വേഷം വെറുപ്പ് ഇതൊന്നുമില്ലാതെ കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ഭഗവാനെ എന്നുള്ള ചിന്തയിൽ ഈ ഒരു മന്ത്രം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിത്യവും രാവിലെ പ്രധാന വാതിലിന് മുന്നിൽ നിന്ന് ഈ ഇങ്ങനെ തൂക്കിയിരിക്കുന്ന ഭഗവാന്റെ ഒരു ഇതിനു മുന്നിൽ, കട്ടളയുടെ മുകളിൽ തൂക്കിയിരിക്കുന്ന അതേ നോക്കി പ്രാർത്ഥിച്ചാൽ നിത്യവും രാവിലെ ചെയ്യുക, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഇപ്പോഴേ കുറച്ച് മനസ്സിലായെന്ന് തോന്നുന്നു. ഇങ്ങനെ മനസ്സിലാക്കണം. അപ്പൊ ഭഗവാൻ ഭഗവാന്റെ ആയുധങ്ങൾ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അങ്ങനെയുള്ള ഭഗവാൻ കൂടെ ഉള്ളപ്പോഴാ എന്താ നമുക്കെന്തോ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പം നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരിയും. പ്രപന്നാർത്ഥഹാരി എന്ന് വെച്ചാൽ എന്താണ്? സർവ്വ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നമ്മളെ സംരക്ഷിക്കുന്ന ഭഗവാൻ. മനസ്സിലാവുന്നുണ്ടോ? നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരിയും, ആ ഭഗവാനെയാണ് വിളിക്കുന്നത്. ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി വിളിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ബലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞ് അറ്റമൂല്യം കണ്ടിട്ടൊന്നും ചെയ്യാൻ പോകരുത്. ചെയ്താൽ പൂർണ്ണ ബലം കിട്ടത്തില്ല. അപ്പം
നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥകാരിയും സമസ്താപരാധം. അവിടെ അതിന്റെ രഹസ്യം മുഴുവൻ കിടക്കുന്നത്. സമസ്താപരാധം, ഞാൻ അറിഞ്ഞോ അറിയാതെയും മനസ്സാ വാച കർമ്മണ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. എല്ലാത്തിനും ക്ഷമിക്കണേ അഖിലേശ. അഖിലം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, ലോകം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ, എല്ലാം ക്ഷമിക്കണേ. എൻ്റെ ഉള്ളിലുള്ള ലോകവും എൻ്റെ വെളിയിലുള്ള ലോകവും എല്ലാം എല്ലാ ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെയാണ് വിളിക്കുന്നത്. സമസ്താപരാധങ്ങളും ക്ഷമിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ നമ്മൾ ക്ഷമാപണം നടത്തുമ്പോൾ നമ്മളുടെ ഒരുപാട് കർമ്മദോഷങ്ങൾ മാറും. ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറും. നമ്മുടെ ഒരുപാട് കർമ്മദോഷങ്ങൾ മാറുമ്പോൾ നമ്മുടെ ദാരിദ്ര്യം മാറും, നമ്മുടെ ദുഃഖങ്ങൾ മാറും, നമ്മുടെ കടങ്ങൾ മാറും, നമ്മുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും, നമ്മുടെ ദുരിതങ്ങൾ മാറും, നമ്മുടെ എല്ലാ അഭിവൃദ്ധിയും ഉണ്ടായി വരും. ഭഗവാനോട് സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ ഹൃദയത്തെ എന്ന് പ്രാർത്ഥിക്കണം. ഇതെല്ലാം വാഗൊണ്ടാണ് ജപിക്കുന്നത് കേട്ടോ. സമസ്താപരാധങ്ങളും അവിടുത്തോട് ക്ഷമ ചോദിക്കുകയാണ്. സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകൾ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. നിത്യവും ഭഗവാനോട് ഇങ്ങനെ മാപ്പ് ചോദിക്കുമ്പോൾ ഒരുപാട് മാറ്റം വരും. നമ്മുടെ കർമ്മദോഷങ്ങൾ ഒരുപാട് മാറും, ജന്മദുരിതങ്ങൾ മാറും, ജന്മദോഷങ്ങൾ മാറും, ഭാഗ്യ തടസ്സങ്ങൾ മാറും, ദുരിതങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, ഭയങ്ങൾ മാറും, എല്ലാം മാറും. നമ്മൾക്ക് ഈ ഭയമൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ കർമ്മദോഷത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഭയം, സംശയം, ടെൻഷൻ, ഇതെല്ലാം കർമ്മദോഷത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ദോഷങ്ങൾ കൊണ്ട് തന്നെയൊക്കെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഇങ്ങനെ ജപിച്ചിട്ട് ഈ 4 വരി നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണു, നമസ്തേ നമസ്തേ ഗദാചക്രപാണേ, നമസ്തേ നമസ്തേ പ്രപന്നാർത്ഥഹാരിയും സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. ഇങ്ങനെ ജപിക്കണം കേട്ടോ. കൈവച്ച് ഇങ്ങനെ കൈപിടിച്ച, ഞാൻ ഇങ്ങനെ ജപിച്ചാലും തെറ്റില്ല, പക്ഷെ ഇങ്ങനെ ജപിക്കുക കുറച്ചുകൂടി നല്ലതാണ്. എന്നിട്ട് നിങ്ങൾ പറയേണ്ടത് ഗോവിന്ദ ഗോവിന്ദ 2 തവണ പറയുന്നതാണ്, 1 തവണയായിട്ട് കണക്കാക്കുക. അങ്ങനെ 3 പ്രാവശ്യം. അതായത് ഗോവിന്ദ 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 എന്ന് പറയുക 3 തവണ. അപ്പം ഗോവിന്ദ ഗോവിന്ദ എന്ന് ഇങ്ങനെ 3 തവണ പറഞ്ഞിട്ട് ഭഗവാനെ ദിവസവും എൻ്റെ ജീവിതത്തിൽ പണം കൊണ്ട് നിറയ്ക്കണേ, സമ്പത്ത് കൊണ്ട് നിറയ്ക്കണേ, ഐശ്വര്യം കൊണ്ട് നിറയ്ക്കണേ, അവിടുത്തെ ദിവ്യ അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണേ, സമസ്തം അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത്രയും പ്രാർത്ഥിക്കുക. അത് മനസ്സിൽ പ്രാർത്ഥിച്ചാലും മതി കേട്ടോ. ഇങ്ങനെ രാവിലെ ചെയ്യുക, വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ചെയ്യുക. ഒരംഗം മാത്രം കർപ്പൂരം കൂടെ ഇത് പ്രാർത്ഥന കഴിഞ്ഞ് കത്തിച്ച് ഭഗവാനെ നിൽക്കുന്നിടത്ത് നിന്ന് കാണിച്ചാൽ മതി. ഒന്ന് കാണിക്കുക, അത്രയേ ഉള്ളൂ. ഇത് രാവിലെ മാത്രം ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സകലവിധ അഭിവൃദ്ധികളും സമസ്ത അനുഗ്രഹങ്ങളും ഉണ്ടായി വരുമെന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രധാന വാതിലിന്റെ സമീപം ഇരുട്ട് ഒന്നും കാണുന്ന ഒരു സാഹചര്യം വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല. നല്ല വെട്ടവും വെളിച്ചവും വേണം. അതുപോലെ തന്നെ വൃത്തി വേണം പ്രധാന വാതിലിൻ്റെ അവിടെ. അതുപോലെ തന്നെ പ്രധാന വാതിലിന് സമീപം പൊട്ടിയ കസേരകളെ, ചവറ്റുകുട്ടകളെ, ഇങ്ങനെയുള്ള മനസ്സിനെ ഒരു അലോരസപ്പെടുത്തുന്ന ഒന്നും കാണാൻ പാടില്ല. വൃത്തി വേണം. അവിടെ ഒരു നല്ല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അല്ലെ ചവറിടുന്ന കസേരകളെ, അല്ല ചവറിടുന്ന ചവറ്റുകുട്ടകളെ, അല്ലെങ്കിൽ പൊട്ടിയ കസേരകളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ, പിന്നെ അല്ലെ കുറെ ചെരുപ്പുകൾ, ആവശ്യമില്ലാതെ കുറെ ചെരുപ്പുകൾ, ഇതൊന്നും പ്രധാന വാതിലിൻ്റെ അവിടെ ഇടരുത്. അത് എവിടെയെങ്കിലും മാറ്റി അതിനൊരു ഭാഗം സജ്ജീകരിക്കണം. അപ്പോൾ ഈ പ്രധാന വാതിലിന് ഐശ്വര്യത്തിന് വളരെ പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഏത് മുറിയോ ആയിക്കോട്ടെ, വേറെ ഏത് മുറിയോ ആയിക്കോട്ടെ, ഏത് മുറിയിലും ആയിക്കോട്ടെ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അലമാരി, പണം വെക്കുന്ന അലമാരി, അതൊക്കെ വെക്കുന്ന നല്ലതാണ്. അത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെക്കുന്ന നല്ലതാണ്. എന്നിട്ട് അതിനകത്ത് പണം വെക്കുക, ഡ്രോ കൊണ്ട് പൂട്ടി വെക്കുക, പച്ച പട്ടിനകത്ത് ബാങ്ക് പാസ്ബുക്ക് പണമൊക്കെ വെക്കുക. ആ അലമാരി തുറക്കുന്നത് നിങ്ങൾക്ക് കിഴക്കോട്ട് വേണേൽ തുറക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വടക്കോട്ട് നോക്കി തെക്കോട്ട് തുറക്കാം. അതിനകത്തൊന്നും കുഴപ്പമില്ല. കിഴക്ക് ദർശനമായി വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ നമ്മളത് വടക്കോട്ട് നോക്കിയെന്ന് തുറക്കത്ത രീതിയിൽ വെക്കുന്ന നല്ലതാണ്. അല്ലെ കിഴക്കോട്ട് ദർശനമാക്കി വെക്കും, പടിഞ്ഞാട്ട് നോക്കിയെന്ന് തുറക്കാം. അങ്ങനെ തുറന്നാലും മതി, അത് കുറച്ചുകൂടി നല്ലതാണ്. തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ അവിടെ വെക്കണം. കിഴക്കോട്ട് നോക്കിയ അലമാരിക്കകത്ത് ബാങ്ക് പാസ്ബുക്ക് പണമൊക്കെ പച്ചപ്പട്ടി വെക്കാം. അത് ഏത് മുറിയിലും ചെയ്യാം. ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് സാമ്പത്തികമായിട്ട് ചില രഹസ്യങ്ങളുണ്ട്. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഞാൻ ചില കടകളിൽ ചിലർ വന്നിട്ട് ചോദിക്കും പണപ്പെട്ടി എവിടെ വെക്കണം. ചില ബേക്കറികളായിരിക്കാം, അല്ലെ ചില കടകളായിരിക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ
നിങ്ങൾക്ക് പണപ്പെട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറേ മൂല ഒരു ഇപ്പം മേശ ഇട്ടിട്ട് നിങ്ങൾക്ക് വടക്കോട്ട് നോക്കി ഇരിക്കുക. അപ്പം വലിക്കുന്ന തെക്കോട്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഈ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കിഴക്കോട്ട് ദർശനമായിട്ട് പണപ്പെട്ടി അല്ലെ അലമാരി അല്ലെങ്കിൽ പണപ്പെട്ടി അല്ലെങ്കിൽ ഈ ടേബിള്, നമ്മൾ കാശ് സൂക്ഷിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് പടിഞ്ഞാട്ട് നോക്കിയിട്ട് കിഴക്കോട്ട് പടിഞ്ഞാട്ട് നോക്കിയിട്ട് ഡ്രോ വലിക്കുന്നത് കിഴക്കോട്ട് വലിക്കും. അങ്ങനെ പണപ്പെട്ടി അല്ലെങ്കിൽ പണം വെക്കുന്ന ടേബിൾ വെക്കാം. വീട്ടിലാണെങ്കിലും അലമാരി തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഏത് മുറിയിലും ആയിക്കോട്ടെ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ അവിടെ വെച്ചിട്ട് നമ്മൾ പടിഞ്ഞാട്ട് നോക്കി കിഴക്കോട്ട് ഡ്രോ വലിക്കുന്നത്. ഇത് തന്നെ കടയിലും ചെയ്യാം. ഇതൊക്കെ ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് പണത്തെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പല അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ്. ഞാൻ പല ബേക്കറിക്കാർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് പ്രയോജനം ഉണ്ടാകാറുണ്ട്, നല്ല കച്ചവടമുണ്ട്. ഇത് അനുഭവത്തിനടിസ്ഥാനത്തിൽ പറയുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. ഞാൻ എൻ്റെ അനുഭവത്തിനടിസ്ഥാനത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ ഒരു ചെറിയ കുപ്പി നെയ്യ് അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് സമർപ്പിച്ച് ഭഗവാനോട് മനസ്സുകൊണ്ട് നമഃശിവായ ജപിച്ച് കരഞ്ഞ് സാമ്പത്തികം ആവശ്യപ്പെട്ടവരെല്ലാം സമ്പത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു തിങ്കളാഴ്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. രാവിലെ 6-നും 7-നും ഇടയ്ക്ക് ചെയ്യുക. രാവിലെ ഇത് തിങ്കളാഴ്ചകൾ ആവർത്തിക്കണം. ചിലർ പെട്ടെന്ന് തന്നെ വളരെ സമ്പത്ത് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് സാമ്പത്തികത്തിന് വേണ്ടി പെട്ടെന്ന് ചെയ്യാവേണ്ട കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അറിയേണ്ടത്. അതുകൊണ്ടാണ് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറയുന്നത് കേട്ടോ. അത് ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. ഇനി സൂര്യചന്ദ്രന്മാരുടെ രഹസ്യം പറഞ്ഞുതരാം. ഈ സൂര്യചന്ദ്രന്മാരിലാണ് എല്ലാം ഇരിക്കുന്നത്. ആത്മീയതയിൽ ഉള്ള സൂര്യചന്ദ്രന്മാരുടെ രഹസ്യം പറഞ്ഞു തരുന്നത്. സൂര്യൻ എന്ന് വെച്ചാൽ ചൂട്, ചന്ദ്രൻ എന്ന് വെച്ചാൽ തണുപ്പ്. സൂര്യൻ എന്ന് വെച്ചാൽ ദേവി, സൂര്യൻ ദേവിയല്ല, പറഞ്ഞ പറ്റി പോയി ക്ഷമിക്കണം. സൂര്യൻ എന്ന് വെച്ചാൽ ശിവൻ, ചന്ദ്രൻ എന്ന് വെച്ചാൽ ദേവി. സൂര്യൻ ചൂട്, ചന്ദ്രൻ തണുപ്പ്. അപ്പൊ ഈ ചൂട് തണുപ്പ് ഇത് ഈ പ്രപഞ്ചത്തിന് ഒരു ബേസിക് ആയിട്ടുള്ള സ്വഭാവമാണ്. നമ്മുടെ ശരീരത്തിനുണ്ട് ചൂടും തണുപ്പും, പ്രപഞ്ചത്തിനെല്ലാം ഉണ്ട്. ആ തണുപ്പ് എന്നുള്ളത് ചന്ദ്രനും ചൂടെന്നുള്ളത് സൂര്യനുമാണ്. സൂര്യൻ എന്നുള്ളത് ശിവനും ചന്ദ്രൻ എന്നുള്ള ദേവിയുമാണ്. ചന്ദ്രൻ എന്നുള്ള മനസ്സാണ്, സൂര്യൻ എന്നുള്ളത് ആത്മാവാണ്. ഇതാണ് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിലും. മനസ്സിലായില്ലേ? അപ്പം ഈ സൂര്യചന്ദ്രന്മാരുടെ അനുഗ്രഹം എന്ന് വെച്ചാൽ അതൊരു ഊർജ്ജമായിട്ട് നിങ്ങൾ കണക്കാക്കുക. സൂര്യൻ്റെ ഊർജ്ജവും ചന്ദ്രൻ്റെ ഊർജ്ജവും ചൂടും തണുപ്പും ഇതെല്ലാത്തിനും ഉണ്ട് പ്രപഞ്ചത്തിൽ, എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ആ സൂര്യചന്ദ്രന്മാരുടെ ഇപ്പം രാവിലെ എഴുന്നേറ്റ് സൂര്യോദയം ഒരു ശരാശരി 6 മണിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ 6 മണി സൂര്യോദയ സമയത്തെ അല്ലെ സൂര്യോദയം കഴിഞ്ഞ ഒരു അരമണിക്കൂറിനുള്ളിലോ ഒരു 6 മണിക്കോ അല്ലെ ഒരു 6:30-ക്കോ, സൂര്യോദയം 6:30 എന്ന് വെച്ചു, അപ്പോൾ ഒരു 6:30 സമയത്തോ അല്ലെ ഒരു 7 മണിക്കുള്ളിലോ ഒക്കെ ആയിട്ട് സൂര്യനെ നിങ്ങൾ നോക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ കൃത്യമായിട്ട് ഇങ്ങനെ കണ്ണ് കിടിച്ച് നോക്കണമെന്നല്ല പറഞ്ഞ്, ഇങ്ങനെ കണ്ണ് തുറപ്പിച്ച് നമ്മൾ ജസ്റ്റ് ആകാശത്തേക്ക് നോക്കിയാൽ മതി. കാരണം ആകാശം മുഴുവൻ സൂര്യപ്രകാശത്താൽ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആകാശത്തേക്ക് നോക്കിയിട്ട് സൂര്യ തേജസ്സേ പ്രണാമം, ഇന്നേ ദിവസം എന്നിൽ പണവും ദിവ്യമായ അനുഗ്രഹവും സമ്പത്തും ഐശ്വര്യം കൊണ്ട് നിറയ്ക്കണേ. ഇത് തന്നെ വൈകുന്ന പാട് ഒരു 6:30-ക്ക് ശേഷം 7 മണിക്കുള്ളിലോ അല്ലെ 8 മണിക്കുള്ളിലോ ഒക്കെ ആകാശത്തേക്ക് നോക്കി. ചന്ദ്രനെ കാണാൻ നിർബന്ധമൊന്നുമില്ല, കാരണം ആകാശത്ത് ചന്ദ്രന്റെ ഒരു ശീതളിമ വൈകുന്നപാട് എപ്പോഴും ഉണ്ട്. ചന്ദ്രനെ നോക്കണം നിർബന്ധമൊന്നുമില്ല, ആകാശത്തേക്ക് നോക്കിയാണെങ്കിലും മതി. ചന്ദ്ര തേജസ്സേ പ്രണാമം, എൻ്റെ ജീവിതത്തിലേക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയും സർവ്വ ദിവ്യമായ അനുഗ്രഹങ്ങളും എന്നിൽ നിറയ്ക്കണേ ദിവസവും എന്ന് പ്രാർത്ഥിക്കുക. ഈ 2 പ്രാർത്ഥനകൾ ഈ പറഞ്ഞ 2 സമയങ്ങളിൽ രാവിലെയും വൈകിട്ടും ചെയ്യുക. രാവിലെ സൂര്യനോടുള്ള പ്രാർത്ഥന കൊണ്ട് പിതൃപ്രീതി കൈവരും. പിതൃപ്രീതി ഇല്ലാത്തതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. നമുക്ക് നല്ലൊരു ജോലിയില്ല, ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നില്ല, മനസമാധാനമില്ല, കടം കയറിയ ഒരു വഴിയായി, സന്താനങ്ങൾ ചിലർക്ക് കാണത്തില്ല, ചിലർക്ക് ഉണ്ടെങ്കിലും അവരെ കൊണ്ട് പ്രശ്നം, അവരുടെ ഉയർച്ചയ്ക്ക് പ്രശ്നം എന്ന് വേണ്ട സർവ്വ പ്രശ്നങ്ങളും പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതാണ്. പിതൃപ്രീതി കൈവരും ഈ ഒരു പ്രാർത്ഥന കൊണ്ട്. പിതൃപ്രീതി ഉണ്ടാകുമ്പോൾ തന്നെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായി വരും. 1000 ഹോമങ്ങൾ കൊണ്ട് ചെയ്തിട്ട് കിട്ടാത്ത ഫലം പിതൃപ്രീതി കൊണ്ട് പെട്ടെന്ന് കൈവരും എന്നുള്ളതാണ്. പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ട്. അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം.
മറ്റേതിൻ്റെ കാര്യം ചന്ദ്രനെ നോക്കി വൈകിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവി. ചന്ദ്രന് ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി വരും. ദേവീ പ്രീതി ഉണ്ടായി വരുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ ചന്ദ്രൻ മനസ്സും കൂടിയാണ്. മനസ്സിന് സന്തോഷം, ദേവിയുടെ അനുഗ്രഹം ഉണ്ടായി വരുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് സമാധാനം, സന്തോഷം, ഐശ്വര്യം, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, അപാരമായ വശ്യം, സകല ദുരിതങ്ങളും മാറി നിൽക്കുക, കുടുംബ ദോഷങ്ങൾ മാറി നിൽക്കുക. കുടുംബ ദോഷങ്ങൾ വരെ മാറും അമ്മയുടെ അനുഗ്രഹം ഉണ്ടായി വരുമ്പോൾ. ആ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. അപ്പൊ ഇതാണ് ഈ പ്രാർത്ഥന കൊണ്ടുള്ള രഹസ്യം. സൂര്യ തേജസ്സിനെയും ചന്ദ്ര തേജസ്സിനെയും കൊണ്ടുള്ള. ഞാനീ പറയുന്ന ദിവസവും ചെയ്യുക. ഇതിന് ശുദ്ധി അശുദ്ധിയൊന്നുമില്ല കേട്ടോ, ആർക്കും ചെയ്യാം. അപ്പൊ ഇതാണ് ഞാനീ പറഞ്ഞ കാര്യം ലോകത്ത് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. ഇത് ഞാനീ പറയുന്ന കാര്യം വേറെ ഒരിടത്തൊന്നും കിട്ടത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞ് നിങ്ങൾ മിസ് ചെയ്യരുതെന്ന്. ഏതായാലും ഒരു സന്തോഷം കൂടെ പങ്കുവെച്ചിട്ട് വീഡിയോ നിർത്തുകയാണ്. എനിക്ക് ഒരാൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു തന്നതാണ് ഈ ഷർട്ട്. ഇത് ഞാനിന്ന് വീഡിയോ ഒക്കെ എടുത്ത് തന്നെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നിങ്ങൾ ഷർട്ടൊന്നും അയച്ചു തരരുത്, ഒരുപാട് എനിക്ക് ഇതുപോലെ ആളുകൾ അയച്ചു തരാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഒരുപാട് ആയിക്കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഞാൻ ഒരു സന്തോഷം പങ്കുവെക്കുന്നേ ഉള്ളൂ, ആ രീതി മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നിയ ഒരു കാര്യം, ഇത് എനിക്ക് ഒരുപാട് ഷർട്ടുകൾ ഇങ്ങനെ അല്ലെങ്കിലും കിട്ടാറുണ്ട്. പക്ഷേ അത് പലപ്പോഴും നമുക്ക് കംഫർട്ട് ആകണമെന്നില്ല, നമുക്ക് ഇടുമ്പോൾ ഒരു സുഖം ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ അളവ് ശരിയല്ലായിരിക്കും. ഇത് ഞാൻ എന്താണോ എനിക്ക് കംഫർട്ടാണ്, വളരെ ഒരു സുഖമുണ്ട് ഇട്ടിട്ട്. കോട്ടൺ ആണ്, അതോടൊപ്പം ഈ അളവ് പക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ലൂസായിട്ട് എപ്പോഴും കിടക്കണം. ഈ ഷർട്ടുകളൊക്കെ ഇച്ചിരി ലൂസായിട്ട് കിടക്കണം. ആ കൃത്യം ഞാൻ ആ അളവിൽ തന്നെയാണ് എനിക്കിത് അവർ മേടിച്ച് അയച്ചു വന്നിരിക്കുന്നത്. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ചെയ്തതല്ല, ഞാൻ അറിയാതെ ചെയ്തതാണ്. അപ്പോൾ അവർ ചെയ്തത് എൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് കണ്ടിട്ട് അതിൻ്റെ അകത്ത് സ്കാൻ ചെയ്തിട്ട് അത് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറിൻ്റെ ടെക്നോളജി വെച്ച് അതിൻ്റെ അളവ് എടുത്തിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അത് വളരെ അത്ഭുതകരമായ ഒരു ടെക്നോളജിയാണ്. എന്താണേലും അത് എന്തായാലും അവർക്ക് ഞാൻ നന്ദി പറയുന്നു. ആ ഒരു സ്നേഹം, അവരുടെ ആ സ്നേഹം, ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്ന അതേ ദിവ്യ സ്നേഹത്താലാണ്. അവരുടെ ഒരു സ്നേഹം, ഒരു സമർപ്പണമാണ്. അത് അതേ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് നന്ദി പറയുന്നു. എനിക്കും അതേ സ്നേഹം തന്നെയാണ്, ദിവ്യമായ സ്നേഹമാണ്. അതുകൊണ്ടാണ് ഞാനത് ഇന്ന് ഇട്ടതും. അതൊരു ഒരു ഒരു മനസ്സിൻ്റെ ഒരു സമർപ്പണമാണ്. അപ്പം ഞാൻ ആ സന്തോഷം ഒന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതൊന്ന് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ ശിവ. ഓം നർപ്പവി നർപ്പവി നർപ്പവി.